സൂര്യനാഥം ഭാഗം 3. ഭാരത പൗരനായി പറയുന്നു, തമിഴ് മലയാളിയായി പറയുന്നത്. ദൈവം ഭക്തിയാണോ ശക്തിയാണോ? പരവാക്ക് വസിതത്വത്തിലിരുന്ന് പറക്കുന്നവ പ്രവൃത്തി. വർഷം 2001 ഒന്നാം തീയതി തമിഴ് പത്രത്തിൽ കണ്ടത് 3 ലക്ഷ വർഷമായി മനുഷ്യ ജന്മത്തുടക്കം എന്ന്. 2023 തമിഴ്നാട്ടിൽ വിളുപ്പുറം ജില്ലയിൽ 1,67,000 വർഷം മുൻപ് ഉരുളൻ കല്ലുകൊണ്ട് ജീവിച്ചത്. അപ്പോഴത് കല്ലുകൊണ്ട് ജീവിച്ച കാലം, കற்காலம் തമിഴിൽ പറയുന്നത്. ആ കല്ലിനെ പരിശോധിച്ചു, DNA അതിൽ തെളിഞ്ഞു. 1,67,000 വർഷമെന്ന് തമിഴ്നാട് സർക്കാർ പുറത്തുവിട്ട കണക്ക്. 2025 സെപ്റ്റംബറിൽ യൂട്യൂബിൽ കണ്ടത്. 100 നാടുകൾ ചേർന്ന് ആദി മനുഷ്യ പാരമ്പര്യം ഓസ്ട്രേലിയയിൽ ജനനം എന്നത് കണ്ടു. അത് എവിടെയൊക്കെ ആ മനുഷ്യർ അന്നിരുന്ന് പോയി എന്ന് തേടി പല സംഘങ്ങളായി പിരിഞ്ഞു. ഭാരതത്തിൽ ഉള്ളവരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, സംഘമായി പ്രവർത്തിക്കുവാൻ. ഭാരതത്തിൽ ഇമയമലയിൽ തേടി കണ്ടില്ല. തമിഴ്നാട്ടിനെ കുറിച്ച് ഓസ്ട്രേലിയയിൽ താമസിക്കുന്നവർ ആദി മനുഷ്യവർഗത്തിൽപ്പെട്ട പാരമ്പര്യ വാരിസുകൾ വീരമാണ്ടി എന്ന പേര് തമിഴ് ചുവ കണ്ട് വീരമാണ്ടി പേര് തേടി മധുരയിൽ, തമിഴ്നാട്ടിൽ അന്വേഷണം തേടി മധുരയിൽ ഒരു കടയുടെ പേര് അറിഞ്ഞു. ആ പേര് കാമരാജർ പൽക്കലക്കഴകത്തിൽ 1997 പഠിച്ച ആ വിദ്യാർത്ഥികളിൽ 260 പേരുടെ രക്തപരിശോധന DNA വേണ്ടി നടത്തി. 2002 വീരമാണ്ടി എന്ന വ്യക്തി കുടുംബത്തിൽ ചെന്ന് പറഞ്ഞു, 66,000 വർഷം മുൻപ് മധുരയിൽ വന്ന പാരമ്പര്യത്തിൽ വീരമാണ്ടി രക്തപരിശോധന തെളിയിച്ചു എന്ന്. വീരമാണ്ടി പേര് അവരുടെ വാരിസുകളിൽ ആൺകുഞ്ഞിന് ആദ്യം നൽകുന്ന പേര് വീരമാണ്ടി. അവർക്കൊന്ന് അമ്പലവും ഉണ്ട്. പറയുന്നത് വസിതത്വത്തിൽ പറക്കുന്നവയിൽ പറന്നു പോകുന്നതിൽ കാക്ക, അതിരാവിൽ ആഹാരത്തിന് പറന്നു പോകുന്നതിൽ കരഞ്ഞ് മറ്റുള്ള ജീവനുകളെ ഉണർത്തിപ്പോകുന്നത് ഇന്നും. പരവാക്ക് അതിൻ്റെ അർത്ഥം, ഉള്ളർത്ഥം മറഭാഷയായി ഇന്നും അത് ഇരിക്കുന്നത്. അത് അവർക്ക് വേണ്ടി, ആ വഴിയിൽ സഞ്ചരിക്കുന്നവർക്ക് വേണ്ടി. അത് മുള്ളുകൊണ്ട് കരിമ്പന ഓലയിൽ വരഞ്ഞത് ഇന്നും ഭാരത ഗ്രന്ഥങ്ങളിലും മലയാളത്തിൽ ആത്തോമപദേശ ശതകത്തിൽ അനേക ഇടങ്ങളിൽ പര എന്ന വാക്ക് വരുന്നുണ്ട്. ഭൂമി ലോകത്തിനും ജീവജാലങ്ങൾക്കും ജീവൻ നിലനിർത്തുവാനും കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാനും സകലത്തിനും പര എന്ന 2 അക്ഷര വാക്കിൻ്റെ പ്രവൃത്തിയാണ് ഇന്ന് ലോകത്തിൽ ഉള്ളത്. പരയിൽ കൂടിയാണ് അതിൻ്റെ സത്ത. ഏത് ദൈവത്തിനെ വിളിക്കുന്നോ അവിടെ പരിവർത്തനം. ഇവ ജലത്തിനോട് ചേർന്ന് 3 വാക്കുകൾ അക്ഷരമായിട്ട് വരുന്നത്. 3ഉം ഒന്നിലിരുന്ന് ഒന്നിനെ മാറ്റി ഒന്നിലിരുന്ന് മാറ്റി വരണം. അപ്പോൾ പരലോകം
എന്നാൽ ഇപ്പോൾ മനസ്സിലാകും. പരിശുദ്ധം എന്നാൽ എന്തായിരിക്കണം ആ ശരീരത്തിൽ? തമിഴ് സിദ്ധന്മാരുകൾ 51 അക്ഷരം, പ്രകൃതി അക്ഷരം, ശരീരാക്ഷരം 2 തരമായി തിരിച്ചു. ഈ പര എന്ന വാക്ക് ഇവിടെ പ്രകൃതിയിൽ പറയുന്നത്. ഇവ അഷ്ടാംഗ യോഗത്തിന് 18 കീഴ്ക്കണക്ക് ശരീരാക്ഷരം, മേൽക്കണക്ക് സരസ്രാരം തുറന്നു മനസ്സ് പുറമേ പോകുന്നതിന്. 18 കീഴ്ക്കണക്ക് ദൈവ അവതാരം, 18 മേൽക്കണക്ക് ദൈവങ്ങൾ വേണ്ട, നീയും ഞാനും. അതിനാണ് നീ പാതി ഞാൻ പാതി എന്ന് പറയുന്നത്. ഇന്ന് പ്രഭാഷണത്തിൽ ആൺപാതി പെൺപാതി, ഭാര്യ ഭർത്താവ് പാതി പാതി എന്ന്. അതല്ല, ഇങ്ങനെ പറയുന്നതിൽ കീഴ്ക്കണക്കിൽ പല അവതാര ദൈവങ്ങൾ തുടക്കം. ആ പല അവതാരങ്ങൾ തുടക്കമില്ലെങ്കിൽ ദൈവത്തിനെ കാണുവാൻ കഴിയുകയില്ല. മേൽക്കണക്കിൽ വരുമ്പോൾ പതി, പശു, പാശം. ഇവിടെ ദൈവപ്പേരുകൾ. ആ പല ദൈവങ്ങൾ ഓരോന്നായിട്ട് പറയുന്നത് മുൻജന്മ കാഴ്ചകൾ. അത് വേണം. അതിൽ ഓരോരോ കണക്കുകൾ പറയുമ്പോൾ ഓരോരോ സാഹചര്യത്തിൽ കൂടി ആ ചിട്ടകൾ, കുറിപ്പുകളിൽ തിരുവാചകം, മാണിക്കവാചകരുடைய, തിരുമൂലരുடைய, ആൾവാറുകൾ, അപ്പർ സ്വാമികളുடைய, 63 നായന്മാരുകളുடைய, 18 സിദ്ധന്മാരുകളുடைய, വേറും അല്ലാതെയും പല പല കുറിപ്പുകളിൽ ഇതുപോലെ വരുന്നത് കുറിപ്പുകളായി, വചനത്തിനെ കുറിപ്പായി എഴുതി ശരീരത്തിൽ കണ്ടതിനെ പറയുന്നത്. അവിടെയൊക്കെ എന്നിൽ കണ്ടു, എന്നിൽ, തന്നിൽ എന്ന് പറയുമ്പോൾ തമിഴിൽ അവനവന്റെ ശരീരത്തിനെ പറയുന്നത്. അങ്ങനെ ഉള്ള ചലനയില്ലാത്ത ദൈവനാമം ഇല്ല. ഇവ ഒരു ശരീരത്തിൽ കാണുന്ന കാഴ്ച. ആ വഴിയിൽ ആ ചിട്ടകൾ നേടിയിരിക്കണം. അല്ലാതെ ആ ചിട്ട നേടാതെ അവർക്ക് ആ തലത്തിൽ എത്തുവാൻ കഴിയുകയില്ല. അത് എൻ്റെ ശരീരം, ഞാൻ ആ തലത്തിൽ എത്തണം. ഞാൻ എത്തുന്നത് നിങ്ങൾക്ക് ഗുണമല്ല. അത് ഇന്ന് ദൈവവചനങ്ങളായാലും ഗ്രന്ഥങ്ങളിലായാലും ഉള്ളത്. അതിനെ ആഴമായി പറയുന്നതാണ്. ഇത് എനിക്ക് ഫലം തരൂല്ല. ഒരു മുടിക്ക് പണം ഉണ്ടാക്കാൻ കഴിയുകയില്ല, ഭക്തി ഉണ്ടാക്കാൻ കഴിയുകയില്ല. അവരവർ കഴിവിൽ നേടുന്നത് അവതാരങ്ങൾ മൊത്തം അതിൻ്റെ ചിട്ടയിൽ ആയവർക്കേ സിദ്ധി നേട്ടം. തുടക്കപ്പടിത്തം അക്ഷരം പറയുന്ന സ്വരധ്വനി. ഓരോരോ അക്ഷരം പറയുന്നത് സ്ഥാനം മാറാതെ പറയണം. ഇങ്ങനെ മനസ്സിലാക്കി മറ്റ് അക്ഷരങ്ങൾ തുടക്കം, മുടിവ്, സ്ഥാനം, അക്ഷര അർത്ഥങ്ങൾ പഠിക്കുന്നത് നേടിയാൽ 51 അക്ഷരം അവൻ ആശാൻ എന്നതിൽ, നാണോ ആശാൻ എന്നത്, പിന്നെ പണ്ഡിതൻ. ഇങ്ങനെ വരുന്നതിൽ അവർകൾ പര എന്നത് അർത്ഥം പ്രകൃതി അക്ഷര തത്വത്തിൽ സൂര്യൻ ഉദയം മറയു. ഇവ രണ്ടിലും ഭൂമിയിൽ വായു എപ്പോഴും ഉണ്ടാകും. ഈ വായു ശരീരത്തിൽ ശ്വാസം വലിക്കുന്നതിൽ ജീവൻ. അത് ആരുടെ ഔദാര്യമോ അല്ല. ശരീരം ചലിക്കുവാൻ, പറയുന്ന വാക്കുകൾ ചലനം ഉണ്ടാക്കുവാൻ വായു ശക്തി. സൂര്യനോ ചൂട് ശക്തി. ഈ ചൂട് ഉദയം തൊട്ട് സന്ധ്യ വരെ. ശരീരത്തിൽ ചൂട് ഉണ്ടാകുന്നത് എങ്ങനെ? ആരും ഉള്ളിൽ കൊണ്ട് കത്തിക്കുന്നില്ല, ഉണ്ടാക്കുന്നില്ല. അവനവൻ്റെ ശരീരത്തിൽ കാണുന്നത്.
ശ്വാസമാണ് കാരണം. ശ്വാസം വലിക്കുമ്പോൾ തണുപ്പ്, ഉള്ളിലിറങ്ങുമ്പോൾ ശരീര അവയവങ്ങളെ കൊണ്ട് അങ്ങോട്ട് മൊത്തം എത്തി ഉള്ള നാറ്റത്തിനെയൊക്കെ തഴുകി ആ ശ്വാസം പുറത്തു വരുമ്പോൾ ചൂട്. അതാണ് ശരീരത്തിറയം എന്നത് മനസ്സിലാക്കണം. മതപണ്ഡിതനായാൽ ശരീരത്തിലുള്ള തത്വങ്ങളെ പറയണം. ഇവിടെ അതിരാവിലെ കാക്ക ആ കണ്ണ് ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് കണ്ണ് ഭൂമിയിൽ കാണുമ്പോൾ കരഞ്ഞ് ആഹാരത്തിന് ഒച്ച വെച്ച് പോകും. അതിൽ വൈകുന്നേരം മോന്തിക്ക് ഒച്ച വച്ച് വരും. അപ്പോൾ ഈ 1960 മുന്നിൽ ജനിച്ചവർക്ക് പര വെട്ടത്ത് പോയി മോന്തിക്ക് വന്നു എന്നാൽ മനസ്സിലാകും. അവർ അന്ന് ടാർ റോഡ്, പാലം, ടൈം പീസ് ഒന്നുമില്ല. പുഴ കടന്നു പോകണം, ദൂരത്ത് പോകണം. അന്ന് അറിയാം, 1960കളിൽ 70കളിൽ പണിക്ക് പോയവർ 4 മണിക്ക് പോവും. മലവക്കത്ത് കടകൾ ഉണ്ടാവും, 2 മണിക്ക് തുറക്കും. ആ ചരിത്രം പറഞ്ഞു വരുന്നത്. പര എന്ന വാക്ക് പരപരാ വെട്ടത്ത് പോയി മോന്തിക്ക് വന്നു. അത് 1960കളിൽ ഉള്ളവർ ഈ വാക്ക് ഞാനും കേട്ടിട്ടുണ്ട്. അർത്ഥം പഠിച്ചത് 37 വർഷം കൊണ്ട്. 60 വയസ്സ് കഴിഞ്ഞ് ഈ മുഖത്തിൽ നോക്ക്, ഏത് സ്വഭാവം ഉണ്ടാകും? 60 വയസ്സ് കഴിയുമ്പോൾ പക്വത, ഏത് വേണം ഏത് വേണ്ട എന്ന് തോന്നും. ഇങ്ങനെ പഴയതിനെ ചിന്തിച്ച് അതിൻ്റെ വഴിയിൽ അതിൻ്റെ പുസ്തകങ്ങൾ പഠിച്ചതിൽ പറയുന്നത് സത്യം. അത് എല്ലാ ശരീരത്തിലും നടക്കുന്നത്, ഭക്തിയാക്കുന്നത് ശരീരത്തിലിരുന്നാണ്. അത് അവനവൻ ശരീരം. ഇവിടെ പറയുന്നത് പരപരാ വെട്ടത്ത് പോയി മോന്തിക്ക് വന്നു. അതിരാവിലെ പോയി കണ്ണ് കാണും, കാണാത്ത സമയം, കാക്ക കരയുന്ന സമയം പോയി മോന്തിക്ക് വന്നു. ഇരുട്ടിയില്ല ആ സമയത്ത്. അന്ന് 7 മണിക്ക് പണി തുടങ്ങണം. 6 മണി 6:30 ആകും പണി നിർത്തുവാൻ. അന്ന് പണി ചെയ്താൽ പണം. വായ്ചൊല്ലിൽ വീരനടി എന്ന മതപ്രഭാഷണം പോലെ അല്ല. ഇന്ന് രാഷ്ട്രീയക്കാര് വായ കൊണ്ട് വടച്ചുട്ട് കൊടുക്കും. അതുപോലെ മതപണ്ഡിതന്മാർ എല്ലാം പണത്തിന് വേണ്ടി. ഭക്തി ശരീരത്തിൽ ഉദിക്കുന്നത് പരപരാ വെട്ടത്ത്. ഈ പര എന്ന വാക്ക് ഗ്രന്ഥങ്ങളിൽ മൊത്തം വരുന്നുണ്ട്. ഇനിയെങ്കിലും മനസ്സിലാക്കുക. പര എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങളിൽ ഒരു വാക്കിൻ്റെ അർത്ഥം പല തരത്തിൽ കയറിപ്പോവും. ആതോമപദേശ ശതകം പരവാക്ക് വരുന്നത്. ആതോമപദേശ ശതകം 1 36 കാഴ്ചയ്ക്ക് തുടക്കം. ഈ സ്ഥാനം 36 തത്വത്തിൽ എത്തുമ്പോൾ പേരുകൾ മാറും, അക്ഷരങ്ങൾ മാറും. അതിന് അർത്ഥങ്ങൾ ആ തലത്തിൽ എത്തുക വേണം. അതിന് വായ കൊണ്ട് പായസം വച്ചാൽ നടക്കുകയില്ല. പണത്തിന് വേണ്ടി ആകരുത്, ശരീരത്തിന് വേണ്ടി ആകണം. 60 വയസ്സിന് താഴെ ഉള്ളവർ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാം അവരുടെ ശരീര കൊഴുപ്പ് എന്തിനായിരിക്കും എന്ന്.